അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഷായി മട്ടൻ കുറുമയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നുള്ളത്. ഭയങ്കര ഈസിയായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ട് 2 ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, പിന്നെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ മട്ടന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നുള്ളത് കേട്ടോ. ഒരു 15ഓളം കാഷ്യൂനട്ടും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓയിലിൽ വറുത്തെടുത്തിട്ട് ഒരു നല്ലൊരു ഉള്ളിക്ക് ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ചട്നി ഗ്രൈൻഡറിലാണ് അടിച്ചെടുക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നി ഗ്രൈൻഡറിൽ ഓൾറെഡി ഞാൻ കോക്കനട്ട് മിൽക്ക് എടുത്തതുകൊണ്ടാണ് കേട്ടോ പാത്രം അങ്ങനെയൊക്കെ എടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് അടിച്ചെടുക്കാം. ഇനി ഇത് അടിച്ചെടുക്കുന്നതിലേക്ക് ഞാൻ ഇവിടെ ടോട്ടലായിട്ട് 1.25 കപ്പ് കോക്കനട്ട് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഈ മിക്സിൻ്റെ കൂടെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി വേറൊരു പാത്രം വെച്ചിട്ട് നമ്മുടെ നേരത്തെ ഓയിലിന് ബാക്കിയുണ്ട ഓയിലും അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണും കൂടി ഓയിൽ ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂണ് ജിഞ്ചറും 1/2 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 4-5 ക്ലവ്, പിന്നെ അതായത് ഗ്രാമ്പൂ, പിന്നെ ഒരു 6 നമ്മുടെ ഏലക്ക, പിന്നെ 1 ടേബിൾ സ്പൂണ് നല്ല ജീരകം എന്നിവ ക്യുമിൻ സീഡ്സ് ആണ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂണ് കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളത് കേട്ടോ. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തില്ലെങ്കിൽ ഇത് വൈറ്റ് ഷായി കുർമയാണ് കേട്ടോ, നല്ല വെള്ളക്കറിയായിട്ട് കിട്ടുക. അപ്പോൾ അതാണ് കുറച്ചും കൂടി കാണാൻ നല്ല അട്രാക്ഷന്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷായി കുർമ നമുക്ക് വൈറ്റ് കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു സിനമൺ സ്റ്റിക്കും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫസ്റ്റ് ഈ ഓയിലിൽ ഈ മസാലനെ ഒന്ന് വറുത്തെടുക്കണം. ആ ഒരു മസാലയുടെ ഒരു പച്ചമണമില്ലേ, അതൊന്ന് ചെറുതായി മാറിക്കിട്ടുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് മട്ടൺ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി സ്പൈസസ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ മട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഞ്ഞളിട്ടെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ഉമ്മക്കൊക്കെ ഒരു ഭയങ്കര മീറ്റൊക്കെ കുറച്ച് അലർജി ഉള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പോയ്സൺ ഉണ്ടെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. നിങ്ങൾ മഞ്ഞൾപ്പൊടി ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇത് ഒന്ന് മീറ്റിലേക്ക് കോട്ടായിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മളിത് ബാച്ചായിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഫസ്റ്റ് കുറച്ചിങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം സെക്കൻഡ് ബാച്ചായിട്ട് നമ്മൾക്ക് വീണ്ടും തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ തൈര് ജസ്റ്റ് ഒന്ന് നമ്മൾ വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ കലക്കിയെടുക്കണം കേട്ടോ. കലക്കിയിട്ട് ഒന്ന് ഉടച്ചെടുത്ത് പിന്നെ വേണം ഇങ്ങനെ ആഡ് ചെയ്യാൻ. നല്ല പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബാച്ചായിട്ട് അടുത്ത ബാച്ചും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തൈര് മൊത്തത്തിലായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മറ്റേ കാഷ്യൂ ഓണിയൻ പേസ്റ്റ് ഇല്ലേ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്നിട്ടായിട്ട് അതിലേക്ക് നമ്മൾക്ക് തേങ്ങാപ്പാൽ, ബാക്കി വന്ന തേങ്ങാപ്പാലില്ലേ, നമ്മൾ നേരത്തെ ഇത് അടിച്ചെടുത്തതിന് ബാക്കി വന്ന തേങ്ങാപ്പാലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതിനെ കലക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ ചട്നി ഗ്രൈൻഡറിലൊക്കെ കുറച്ച് പേസ്റ്റ് പറ്റിയിട്ടുണ്ടാവില്ല, അതൊക്കെ ആ തേങ്ങാപ്പാൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. അപ്പം ഞാനിതാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത്, ഞാൻ ടോട്ടലി 3 തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളീനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നുള്ളത്. എന്നിട്ട് അത് നമ്മൾക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇതുവരെയും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലേ, മറക്കരുത്. അപ്പം തക്കാളി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒന്ന് ഇതിൻ്റെ ഈ തക്കാളിയുടെ കൂടെ തന്നെയാണ് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുള്ളത്. എനിക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് മതി. പിന്നെ ഒരു ചെറിയ
ചെറിയൊരു കഷ്ണം, അതായത് നമ്മൾ 1 ഇഞ്ച് ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ പുളിയും കൂടി, നമ്മൾ സാധാരണ നാടൻ പുളിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടിയിട്ട് 1 മണിക്കൂർ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ ആയിട്ടുണ്ട്. കണ്ടില്ലേ കറി ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് നല്ല വേവുള്ള മട്ടനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട്, നിങ്ങൾക്ക് വെന്തിട്ടില്ല കുറച്ചും കൂടി വറ്റണമെന്നുണ്ടെങ്കിൽ തുറന്നിട്ട് കുറച്ച് സമയം കൂടി വെക്കാം, ഇല്ലെങ്കിൽ അത് ഗ്രേവിയോട് കൂടിയിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ വേവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ചെറിയൊരു ഫ്ലെയിമിലാക്കിയിട്ട്, ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റും 1 മണിക്കൂർ വേവിച്ചത്. അപ്പോൾ അതേ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ബദാമും കൂടി നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇത് ഗാർണിഷിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്ലേറ്റിൽ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില നേരത്തെ ഇടുന്ന സമയത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മല്ലിയില നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബദാമും ഒക്കെ ചില്ലി ഫ്ലേക്സൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിനെ ഗാർണിഷ് ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ലാത്തത്, 1 മണിക്കൂർ ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്കിംഗ് ചെയ്യുന്നുള്ളത്. എനിക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തായാലും അത് ശ്രദ്ധിക്കണേ. പിന്നെ അതുകൂടാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി വറ്റിച്ചെടുക്കണമെങ്കിൽ മാത്രം ഒരു 15 മിനിറ്റ്സും കൂടി അഡീഷണൽ വെക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ പ്ലേറ്റിങ്ങിൽ നല്ല ഭംഗിയാണ് അത് കാണാൻ. ആ ചില്ലി ഫ്ലേക്സും ബദാമും കൊറിയാണ്ടർ ലീവ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷായി മട്ടൻ കുറുമയാണ് കേട്ടോ ഇത്. റൊട്ടിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു കോംബോ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നിഷ്വാന സൈനിങ് ഓഫ്. ബൈ, അസ്സലാമു അലൈക്കും.